ഹലോ, നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെന്റ് വീട് കണ്ടിട്ടില്ല ഇതുവരെ. എന്നാ ബാ കാണിച്ചേരല്ല. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഒരു സൈഡ്. ഈ സൈഡിലെ ഈ ഭാഗങ്ങളിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നത്. നമ്മളതല്ല, ഒരുവിധ ആൾക്കാരെയൊക്കെ പാർക്കിംഗ് ഈ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല കാറ്റുണ്ടാവും, എപ്പോഴും നല്ല വെയിലും ഉണ്ടാവും. കാരണം ഈ സൈഡിൽ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കാറ്റായിരിക്കും എല്ലാ സമയത്തും. ഒരുവിധ ആൾക്കാരുടെ ബാൽക്കണി ഇപ്പുറത്തെ സൈഡിലാണ്, പക്ഷെ നമ്മളിത് ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. ഈ കാറിന്റെ സൈഡിൽ കണ്ടോ വാഴയൊക്കെ വെച്ചിട്ടുള്ള സ്പേസ്, അതാണ് പ്ലാന്റിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെ വീട്ടിന്റെ പുറകിൽ ഓരോരുത്തർക്ക് നടാന്നുള്ള രീതിയിൽ. ഈ മതിലിന്റെ തൊട്ടപ്പുറത്താണ് സായിബാബ ടെമ്പിളും കിഡ്സ് പാർക്കും ഒക്കെ വരുന്നത്. കുറേ മരങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ എപ്പോ ഒരു ഡള്ളായിരിക്കും. മാത്രമല്ല നല്ല തണുപ്പും കാറ്റും ഒക്കെയുള്ള ഒരു ഈ സൈഡിലാണ് ഇത്. നമ്മളെ ബാൽക്കണിയൊക്കെ ഈ സൈഡിലാട്ടോ വരിക. ഈ സൈഡ് മുഴുവനാണ് ബൈക്ക് പാർക്കിംഗ് ഏരിയ. കാറും ഉണ്ട് അല്പല്പം. ഇതൊക്കെയാണ് പുറത്തുള്ള കാഴ്ചകള്. ഇനി കാണാന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. ഈ റോഡ് നേരെ പോണത് നമ്മുടെ എൻട്രൻസിന്റെ മുന്നിലാണ്. പിന്നെ അപ്പുറത്തെ സൈഡിലുമായിട്ട് വാക്ക് വേയും പാർക്കായിട്ടും പാർക്കിംഗ് ഏരിയ ആയിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് കാണാൻ. പക്ഷെ ഇത്രയും കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് വീട്ടിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. ബാ, ഇതാണ് നമ്മുടെ കുഞ്ഞു ലോകം. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഈ കാണുന്ന 3 വീടാണ് നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഷൂ റാക്കും ഈ സോഫയാണ് നമ്മുടെ പ്രോപ്പർട്ടി. ബാക്കിയുള്ളതെല്ലാം ഓരോരുത്തരുടെ പ്രോപ്പർട്ടി. നമുക്ക് നമ്മള് വീട്ടിനുള്ളിലേക്ക് കാണാം. ആണ് നമ്മുടെ കുഞ്ഞു ലോകം. ഇതാണ് നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് ഏരിയ. ഇതിൽ ആകെ 3 ഫർണിച്ചേഴ്സ് ആകിയുള്ള ഒരു 3 സീറ്റ് സോഫ. പിന്നെയുള്ളത് ഒരു കുഞ്ഞു സോഫയുണ്ട്. അത് പൂജാ റൂമിന്റെ ഡോറിന്റെ സൈഡിൽ തന്നെ ഉള്ളത്. കാരണം നമുക്കിവിടെ വേറെ വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ. ദീപത്തിന്റെ ടൈം ആകുമ്പോൾ സോഫ മാറ്റി വെച്ചിട്ടാണ് പൂജാ റൂം. പൂജാ റൂം ഞാൻ കാണിച്ചുതരാം. പിന്നെ ഉള്ളതാണ് TV സെറ്റ്. പിന്നെ ഉള്ളതാണ് ഈ കുഞ്ഞി വോൾ മൗണ്ടഡ് കുഞ്ഞി ടേബിൾ. ഇത് നമ്മുടെ ഡൈനിങ് പ്ലസ് അയൺ ടേബിളും കൂടിയാണ്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് മാരേജ് ലൈഫിന് ശേഷമുള്ളത്, പിന്നെ നിഹാർ വന്ന ശേഷമുള്ളത്, നമ്മൾ ഫ്രണ്ട്സിന്റെ ഒപ്പം പുറത്തു പോയിട്ടുള്ളത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ ഉള്ളതാണ് നമ്മുടെ മാരേജ് ഫോട്ടോകൾ. ഹസ്ബൻഡിന്റെ ഫാമിലിയോ നമ്മുടെ ഫാമിലിയോ ഒന്നിച്ചിട്ടുള്ളത് ഫ്രെയിം ചെയ്തിട്ടുള്ള ഇത് മിനി ആൽബം അതേപോലെ തന്നെ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ പൂജാ ഏരിയ. നാട്ടിലെ പോലെ നിലവിളക്കും കാര്യങ്ങളില്ല. ഈ കാണുന്ന കുഞ്ഞു ട്രേ ആണ്. അതിലുള്ള കുഞ്ഞു ചെരാത്, കുഞ്ഞുമണി. ഇവിടെ എല്ലാ വീട്ടിലും മണിയടിയും പൂജയും ഒക്കെ രാവിലെയും വൈകുന്നേരം എല്ലാവരും കാണാം. പക്ഷെ നമ്മൾ ട്രഡീഷണൽ പോലെ വൈകുന്നേരം മാത്രം ഈ കുഞ്ഞൊരു ദീപം എടുത്തിട്ട് ഈ സെന്റർ ആൾ വെക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇത് നമ്മള് സ്റ്റോറേജ് മണി ബാങ്ക് ആണ്. ഇത് ഞാനുള്ള മണി ബാങ്ക് ആണ്. അവൻ ഇത്രനാൾ ഓരോ ദിവസം ദീപം ടൈം ആകുമ്പോൾ ഓരോരോ കോയിൻസ് ഇട്ട് വെക്കും. കിച്ചൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം വരാനും പോകാനുള്ള ഒരു കുഞ്ഞു സ്പേസേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് ലാവിഷാണ്, ഭയങ്കര സ്പേഷ്യസ് ആണ്. കിച്ചണിലേക്ക് പറയാൻ ക്യാബിനറ്റ് ആണ്. ലോവർ ക്യാബിനറ്റും അപ്പർ ക്യാബിനറ്റും ലോഫ്റ്റും അതൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ഫ്രിഡ്ജ്, പിന്നെ ഒരു ഇലക്ട്രിക് ചിമ്മിണി ഉണ്ട്. അത്രയാ കിച്ചണിലേക്കുള്ളൂ. സ്റ്റോറേജ് ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന പരിപ്പ്, പഞ്ചസാര അങ്ങനെയുള്ള കുറച്ച് ഹെവി ലോഡായ സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കണത്. പിന്നെ ഉള്ളത് മിഹാറിന്റെ 2 ഷൂസ് ഉണ്ട്. അവന്റെ കളിപ്പാട്ടം, പാർക്കിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന കളിപ്പാട്ടം, കുറച്ച് പേപ്പേഴ്സ്. ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇതിലുള്ളത് എന്ന് പറയാൻ പോവാണെങ്കിൽ കുറച്ച് സ്നാക്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളാണ് ഈ ഷെൽഫിൽ വെക്കാറുള്ളത്. കാരണം മിഹാറിന് എത്താത്തടുത്ത് എനിക്കിതൊക്കെ വെക്കാൻ പറ്റും. താഴെ വെക്കുകയാണെങ്കിൽ അവരിതെല്ലാം വലിച്ചു. ഇനി നമുക്ക് നമ്മുടെ ബാൽക്കണി പോവാം. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടെ തേച്ച് ഞാൻ പലക്കി ആറിയിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് വേറെ എവിടെയും ആറിയുടെ സ്ഥലമില്ല. ഇതൊക്കെ മേലോട്ടേക്ക് കയറ്റിയിടാം. പക്ഷെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ കാറ്റ് താറാത്തോണ്ട് ഞാനിങ്ങനെ തട്ടായിട്ടുള്ളത്. പിന്നെ ഉള്ള സ്ഥലത്തുള്ള കുഞ്ഞി പച്ചപ്പ് എന്ന് പറയുന്നത് ഇതാണ് എന്റെ ചെറിയൊരു ഗാർഡൻ. ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പനിക്കൂർക്കയും കുറേ നാളായിട്ട് നട്ട് വളർന്ന ഒരു തുളസി ഉണ്ട്. അതിന് ഇപ്പൊ ഞാൻ തുളസി സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2-3 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷെ കുഴപ്പമില്ലാണ്ട് ഉഷാറായിട്ടുണ്ട്.
ഇവിടെ നോക്കിക്കഴിഞ്ഞാല് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ ഒരു ഏരിയ ആണ്. നമ്മളെ പാർക്കിംഗ് സ്പേസും നടക്കാനുള്ള വാക്കും അപ്പുറത്തുള്ള റോഡും ഒക്കെയാണ് ഈ ഏരിയയിൽ മെയിൻ ആയിരുന്നത്. പിന്നെ അപ്പുറത്തുള്ള ബ്ലോക്കും കാണാൻ പറ്റും. ഇതാണ് പുറത്തുള്ളതായിട്ട് നമുക്ക് സമ്പർക്കം കാണുന്ന ആകെ കാറ്റും വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ മുക്കിലെ മൂലയിലെല്ലാം കർട്ടൻ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ തപ്പിത്തടഞ്ഞിട്ട് വേണം നമുക്ക്. ഇത് നമ്മളെ ടോയ്ലറ്റ്, ഇത് നമ്മളെ ബാത്റൂം. സാധാരണ എല്ലാവരും ഇല്ല പോലെ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. പിന്നെ ബെഡ്റൂമിലേക്ക് വരാം. ബാ, ഇതാണ് നമ്മുടെ ബെഡ്റൂം. നമുക്ക് കട്ടിലില്ല, അതുകൊണ്ട് ഡയറക്റ്റ് ബെഡിൽ തന്നെയാണ് കിടന്നിരുന്നത്. കാരണം കട്ടിലിട്ട് കഴിഞ്ഞാൽ ഈ വാർഡ്രോബ് ഇങ്ങനെ തുറക്കേണ്ട സ്പേസ് പോവും. അതുകൊണ്ട് വെറും ബെഡാണ് നടത്തിക്കുന്നത്. പിന്നെ ഉള്ളത് 3 കള്ളി വാർഡ്രോബും പിന്നെ ഒരു വിൻഡോ ആണുള്ളത്. 2 കള്ളി വിൻഡോ ആണ്. ഒരു വിൻഡോ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും, കാരണം വാർഡ്രോബ് അറിഞ്ഞുകൊണ്ട്. പിന്നെ ഈ ഒരു വിൻഡോ ആണ് ആകെ ഒരു വെന്റിലേഷൻ വരുന്നത്. ഇവിടെ എല്ലാം ഒരു ടൈം ഇട്ടിട്ട് അലക്കാണ്ട് ഹാങ് ചെയ്ത് വെച്ചിരുന്ന ഡ്രസ്സാണ്. അതൊക്കെ ഒരിക്കലും ഇട്ടിട്ട് വേണം അതൊക്കെ ഇറക്കാൻ. പിന്നെ ഇത് നമ്മളെ വർക്കിംഗ് സ്പേസ് ആണ്. അതായത് ഒരു മോണിറ്റർ, ലാപ്ടോപ്പ്, ചെയറും ടാബ്ലറ്റും ഒരു കുഞ്ഞു വർക്കിംഗ് സ്പേസ് ആണിത്. ഇവിടെ നിന്നാണ് ആദ്യം വർക്ക് ചെയ്യാറ്. ഇപ്പൊ ഞാൻ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡ് ഇവിടുന്ന് വർക്കിംഗ് ഏരിയ. മിറർ, കാരണം എന്റെ 2 വീട്ടിൽ, ഹസ്ബൻഡ് വീട്ടിൽ 2 വീട്ടിൽ ഇത്ര ലൈറ്റി ആയിട്ട് മിറർ ഇല്ല. അതുകൊണ്ട് ഈ ഒരു മിററാണ് എന്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന സ്പേസ്. കുഞ്ഞി ഒരു മേക്കപ്പ് സെറ്റ് ഒക്കെ വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, പക്ഷെ ഇവിടെ ഒന്നും വെക്കാറില്ല. ഇവിടെ ഞാനിത് കറക്റ്റ് നല്ല സ്പോഞ്ച് വെച്ച് കവർ ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ ഇവിടെ തട്ടിത്തടഞ്ഞു പോകാനും ഷാർപ്പായ ഏരിയ ആയതുകൊണ്ട് അത് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. കുഞ്ഞി ലോകം എന്ന് പറയുന്നത് ഇത് നമ്മളിവിടെ മാറിയത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നമ്മളിവിടെ മാറിയത്. ഹസ്ബൻഡ് വർക്ക് ഇവിടെ ആയതുകൊണ്ടാണ്. അതിന് മുമ്പിട്ട് നമ്മൾ ബനശങ്കരിയിലായിരുന്നു. അതൊരു കുഞ്ഞു വീടായിരുന്നു. ഇത് റെന്റൽ ഹോം ആണ്. പിന്നെ വിത്ത് ഫർണിച്ചർ നമുക്ക് തന്നിരിക്കണം. ഈ കണ്ട സോഫയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫർണിച്ചറാണ്. എന്നാലും ഒരു അഫോർഡബിൾ റേറ്റിന് നല്ലൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇട്ടത്. ഇപ്പൊ നിൽക്കുന്ന ഏരിയ യശ്വന്ത്പൂരാണ്. അപ്പൊ പിന്നെ ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരാം. ബൈ ബൈ.